കലിപ്പിലാണ് മുൻ മന്ത്രി ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ AKG സെന്ററിന് തീയിട്ട രീതിയിലാണ് ഇപ്പോൾ സുധാകരന്റെ ഓരോ നീക്കവും. സുധാകരൻ പാർട്ടി ഓഫീസിലെത്തണമെന്ന് MV ഗോവിന്ദന്റെ അന്ത്യശ്വാസത്തിന് പോയി പണി നോക്കടോ എന്ന നിലപാടിലാണ് സുധാകരൻ. കണ്ണൂർ ലോബിയുടെ കയ്യൂക്ക് അങ്ങ് എട്ടായി മടക്കി പോക്കറ്റിൽ വച്ചാൽ മതിയെന്നാണ് സുധാകരൻ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. ഇതോടെ സാക്ഷാൽ പിണറായി നാണം കെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. AKG സെന്ററുമായി യുദ്ധം പ്രഖ്യാപിച്ച് സുധാകരൻ കളം നിറയുമ്പോൾ അനുനയിപ്പിക്കാൻ ആളെ ഇറക്കി MV ഗോവിന്ദൻ. പാർട്ടിയിൽ നിന്ന് നിരന്തരം അപമാനം നേരിടുന്ന സുധാകരൻ കുറച്ചു കാലങ്ങളായി ഇടഞ്ഞു നിൽക്കുകയാണ്. പച്ചയ്ക്ക് പലതും വെട്ടിത്തുറന്ന് പറഞ്ഞും തുടങ്ങിയിട്ടുണ്ട് സുധാകരൻ. പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി വിറപ്പിക്കുന്നുമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നത് ആലപ്പുഴയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. അതാണ് അനുനയിപ്പിക്കൽ അടവ് പുറത്തെടുത്തിരിക്കുന്നത്. എന്നാൽ അമ്പിനും വില്ലിനും അടുക്കാതെ സുധാകര പക്ഷം കോപത്തിലാണ്. മൂപ്പരും കൂട്ടരും CPM വിട്ട പുറത്തു പോകുമോ എന്ന ഭയം ഇപ്പോൾ CPM വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. MV ഗോവിന്ദൻ തുടരെ സുധാകരനെ പരിഹസിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മുൻപൊരിക്കൽ ആരാണ് സുധാകരൻ എന്ന് വരെ ചോദിച്ച വളരെ അപഹാസ്യമായി അദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് ഗോവിന്ദൻ. ഒടുക്കം സുധാകരന്റെ കാല് പിടിക്കുകയാണ് ഗോവിന്ദൻ. കണ്ണൂർ CPM തിണ്ണമെടുക്കും കൊണ്ട് ഇങ്ങ് തെക്കോട്ടുള്ള CPM വരച്ച വരയിൽ നിർത്താമെന്ന വ്യാമോഹമാണ് ഗോവിന്ദനും ശിങ്കിടികൾക്കുമുള്ളത്. പോരാത്തതിന് പിണറായി കാലം കഴിഞ്ഞാൽ അടുത്ത നേതാവ് താൻ മുഖ്യമന്ത്രി എന്നൊക്കെ സ്വപ്നം കണ്ടു കഴിയുന്ന അൽപ്പൻ. തനിക്കു മുന്നിലുള്ള തടസ്സങ്ങളെ ഓരോന്ന് വെട്ടിമാറ്റാൻ ഒരു വഴിയിലൂടെ നാറിയ കളികളാണ് ഗോവിന്ദൻ കാണിക്കുന്നത്. അതിന്റെ ഭാഗമാണ് സുധാകരനെയും തോമസ് ഐസക്കിനെയും തുടങ്ങിയ നേതാക്കളെ വെട്ടി നിരത്തുന്ന കളി. പക്ഷേ സുധാകരനെ തൊട്ടപ്പോൾ തന്നെ ഗോവിന്ദന് പൊള്ളി. കാരണം ആലപ്പുഴയിൽ തോമസ് ഐസക്കും സുധാകരനുമൊക്കെ പ്രബല ശക്തികളാണ്, നേതാക്കളാണ്. അവർ പാർട്ടി വിട്ടാൽ ഒപ്പം പോകാൻ ഒരു കൂട്ടം തന്നെയുണ്ട്. അത് CPM താങ്ങില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് വിളിച്ചിട്ടും വഴങ്ങാതെ നിൽക്കുകയാണ് ജി സുധാകരൻ. തന്നെ പരിഹസിച്ച് ചിരിച്ച് എന്ന സുധാകരന്റെ പരാതിയിൽ ഗോവിന്ദൻ വിശദീകരണം നൽകിയെങ്കിലും അനുനയ നീക്കങ്ങൾ ഫലം കണ്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് താൻ ചിരിച്ചതെന്നും സുധാകരനെ പരിഹസിച്ചില്ല എന്നും വിശദീകരിച്ച ഗോവിന്ദൻ പാർട്ടി അംഗത്വം പുതുക്കുമെന്ന സുധാകരനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ അംഗത്വം പുതുക്കില്ല എന്ന നിലപാടിൽ സുധാകരൻ ഉറച്ചു നിന്നതോടെ CPM കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലായി. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുവാനുള്ള സുധാകരന്റെ നീക്കം പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. സ്വന്തം വീടിനടുത്ത് നടന്ന ഏരിയ സമ്മേളനത്തിൽ പോലും ക്ഷണിക്കാത്തതും തന്നെ ബോധപൂർവം ഒതുക്കാനുള്ള നീക്കമാണെന്ന് സുധാകരൻ തിരിച്ചറിയുന്നു. സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി നാസറും ചേർന്ന് തന്നെ വേട്ടയാടുമ്പോൾ സംസ്ഥാന നേതൃത്വം മൗനം പാലിച്ചാണ് 63 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ സുധാകരനെ പ്രേരിപ്പിച്ചത്. സുധാകരനെ അനുനയിപ്പിക്കാൻ MA ബേബിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ എത്തിയെങ്കിലും നിലപാടിൽ മാറ്റമില്ല എന്ന് സുധാകരൻ ആവർത്തിക്കുന്നു. ഇടതുപക്ഷത്തിന് വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണത്. സുധാകരൻ സ്വതന്ത്രനായി കളത്തിലിറങ്ങിയാൽ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ UDF നീക്കം സജീവമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിൽ സുധാകരന്റെ വിമത നീക്കം പ്രധാന ചർച്ചാ വിഷയമാകും. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ പാർട്ടി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഇടപെടുകയാണ്. തന്നെ ആക്ഷേപിച്ചതായി സുധാകരൻ പരാതി ഉന്നയിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സുധാകരനെ ഫോണിൽ വിളിച്ചിരുന്നു. ഗോവിന്ദൻ തന്റെ നിലപാട് സുധാകരനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരിഹസിച്ച് ചിരിച്ചതല്ല എന്ന് സുധാകരനോട് ഗോവിന്ദൻ ആവർത്തിച്ച് വിശദീകരിച്ചു. ചിരിച്ചത് മാധ്യമങ്ങളുടെ ചോദ്യം കേട്ടാണ്. തുടർന്നായിരുന്നു അംഗത്വം പുതുക്കണമെന്ന് ഗോവിന്ദൻ ആവശ്യപ്പെട്ടത്. എന്നാൽ പാർട്ടി സെക്രട്ടറിയുടെ ആവശ്യങ്ങൾക്ക് മുഖവിലേക്ക് പോലും സുധാകരൻ എടുത്തില്ല. ഇതിനോട് വഴങ്ങാൻ താൻ തയ്യാറല്ല എന്നും സുധാകരൻ ഒറ്റ വാക്കിൽ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. അതായത് അംഗത്വം പുതുക്കില്ല എന്ന് ജി സുധാകരൻ നിലപാടെടുക്കുന്നത് പാർട്ടി മാറ്റത്തിലെ ലക്ഷണമാണോ എന്നുള്ള ഒരു ഭയമാണ് CPM ഇപ്പോൾ ഉള്ളത്. ആലപ്പുഴയിൽ നടന്ന CPM യോഗങ്ങളിലൊക്കെ സുധാകരനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. പല നേതാക്കളും സുധാകരനോട് ഇങ്ങനെ പാർട്ടി കാണിക്കുന്ന അവമതിപ്പ് അത് നല്ലതിനല്ല എന്ന് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തിരുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തരത്തിൽ പെരുമാറുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും പാർട്ടിയുടെ അടിത്തറ ഇളകുന്നതിനാണ് ഇതൊക്കെ വഴിവെക്കുക എന്നും ആലപ്പുഴയിൽ നിന്നുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നു.
തിരുവനന്തപുരത്ത് സംസ്ഥാന സമിതി യോഗം തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കും മറ്റ് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായിട്ടാണ് സംസ്ഥാന സമിതി ചേർന്നെങ്കിലും സുധാകരൻ ഉയർത്തുന്ന വിമത ശബ്ദം സംസ്ഥാന സമിതിയിൽ ചർച്ചയ്ക്ക് ഉറപ്പായും വരും. പാർട്ടിക്ക് പുറത്തും ജനപ്രീതിയുള്ള സുധാകരനെ പോലുള്ള നേതാവിനോട് CPM നേതൃത്വം കാണിച്ച അവഗണന തിരഞ്ഞെടുപ്പ് വിഷയമാകും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഏതെങ്കിലും മുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്രനായ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത് പാർട്ടിക്ക് തന്നെയാണ് തിരിച്ചടി ഉണ്ടാക്കുക. കഴിഞ്ഞ തവണ പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാൽ വലിയ ചുടുകാട്ടിൽ ഒറ്റയ്ക്ക് പുഷ്പാർച്ചന നടത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു സുധാകരൻ. സ്വന്തം വീടിന് നടുത്ത് നടന്ന പാർട്ടി ഏരിയ സമ്മേളനത്തിൽ പോലും മുതിർന്ന നേതാവായി സുധാകരനെ ഒഴിവാക്കി. ഇതെല്ലാം CPMന്റെ കണ്ണൂരിൽ നിന്നുള്ള ചില നേതാക്കളുടെ കളിയായിരുന്നു എന്നാണ് സുധാകരൻ പറയുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ സുധാകരനുണ്ട്. ഉറച്ച പാർട്ടി വോട്ടുകൾ പോലും സുധാകരന് കിട്ടിയെന്ന് വരാം. അരുനയ നീക്കത്തിന് പാർട്ടി മുൻകൈ എടുക്കില്ല എന്ന സൂചനയുമുണ്ട്. എന്നാൽ ആ ഒരു തീരുമാനം മാറ്റി വെക്കേണ്ടി വരും. കാരണം സുധാകരൻ അത്ര ചെറിയ മീനൊന്നുമല്ല. സുധാകരൻ ഉന്നയിക്കുന്ന പരാതികളിൽ ചിലത് ന്യായമാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും എതിരായ പരസ്യ വിമർശനം പാർട്ടിക്ക് ഉൾക്കൊള്ളാനാകില്ല. പാർട്ടി അംഗമെന്ന നിലയിൽ നടപടിക്കും സാധ്യതയുണ്ട്. നിർണായക തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സുധാകരൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിൽ ജില്ലയിലെ നേതൃനിലയിൽ അമർഷം ശക്തമാണ്. ഗോവിന്ദൻ നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചിട്ട് സുധാകരൻ അയയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, എന്തൊക്കെയോ ചിലത് സുധാകരൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഗോവിന്ദനുമായുള്ള സംസാരത്തിന് മുൻപ് നടന്ന അച്ചടക്ക നടപടികളിലും അവഗണനയിലും പരോക്ഷമായി ഖേദം പ്രകടിപ്പിച്ചു. എങ്കിലും പാർട്ടിയിൽ തുടരാനില്ല എന്ന തന്റെ തീരുമാനത്തിൽ സുധാകരൻ ഉറച്ചു നിൽക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പോടെയാണ് സുധാകരൻ പാർട്ടി നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങൾക്കും പാർട്ടി ഏറ്റുമുട്ടലുകൾക്കും തുടക്കമായത്. 2 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടെന്ന പാർട്ടിയുടെ നയപരമായ തീരുമാനത്തെ തുടർന്ന് അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. സ്ഥാനാർത്ഥിയായി സലാമിനെ സുധാകരൻ സഹായിച്ചില്ലെന്നും പ്രചാരണത്തിൽ നിർജീവമാണെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം പരാതി ഉയർന്നു. ഇക്കാര്യം അന്വേഷിക്കാൻ എളമരം കരീം, KJ തോമസ് എന്നിവരെ അടങ്ങിയ കമ്മീഷനെയാണ് പാർട്ടി നിയോഗിച്ചത്. കമ്മീഷൻ സമർപ്പിച്ച 24 പേജുള്ള സത്യവാങ്മൂലത്തിൽ താൻ 19 പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു എന്ന് സുധാകരൻ വ്യക്തമാക്കി. എന്നാൽ ഈ വിശദീകരണം തള്ളി. 2021 നവംബറിൽ CPM സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ പരസ്യമായി ശാസിക്കുന്ന നിലവരെയുണ്ടായി. ഇത് മാനസികമായി തളർത്തുകയും പതുക്കെ പാർട്ടി വേദികളിൽ നിന്ന് അകന്നു തുടങ്ങുകയും ചെയ്തു. പാർട്ടിയിൽ തുടരാനില്ല എന്നുള്ള സുധാകരന്റെ നിലപാടിൽ പ്രതികരണവുമായി ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് സുധാകരനെ അനുനയിപ്പിക്കാൻ പിണറായി വിജയൻ ഇറക്കിയിരിക്കുന്നതാണ് ബേബിയെ. മറ്റു പോംവഴികൾ ഒന്നും പിണറായിക്ക് മുന്നിൽ ഇല്ലാത്തത് കൊണ്ടാണ് ബേബിയെ ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പരിഭവമുണ്ടെന്ന് സമ്മതിച്ച ബേബി സുധാകരനിൽ നിന്ന് CPMനോ ഇടതുപക്ഷത്തിനോ പ്രയാസമുണ്ടാക്കുന്ന യാതൊന്നും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസത്തെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചില പ്രയോഗങ്ങളിലെ പരിഭവം പങ്കുവച്ചതാണെന്നും ബേബി പറയുന്നു. സുധാകരനെ CPM നേതാക്കൾ ബന്ധപ്പെട്ടുവെന്നും MA ബേബി പറയുന്നു. അദ്ദേഹത്തെ ഞങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. സുധാകരന്റെ അനുഭവ സമ്പത്തെ കഴിവും ഇടതുമുന്നണിക്ക് സഹായകരമായി അദ്ദേഹം ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ബേബി പറയുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി R നാസർ എന്നിവരെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു സുധാകരന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക്